വർഷം 1999 സെപ്റ്റംബർ 2. സ്ഥലം ന്യൂയോർക്കിലെ ജെറിക്കോ സിറ്റി. റൊണാൾഡ് കോഹൻ എന്നു പേരുള്ള ഒരു വ്യക്തി കുറേയേറെ വർഷങ്ങളായിട്ട് ജെറിക്കോ സിറ്റിയിൽ ഒരു വീട്ടിൽ താമസിച്ചു വരികയാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് ആ വീട്ടിലാണ് അയാളുടെ താമസം. അങ്ങനെ ഇരിക്കെ വീട് മാറേണ്ട അവസ്ഥ വരികയാണ്. റൊണാൾഡ് കോഹൻ വേറൊരു വീട് കണ്ടെത്തി. എന്നിട്ട് തന്റെ പഴയ വീട്ടിൽ നിന്നും സാധനങ്ങൾ പുതിയ വീട്ടിലേക്ക് മാറ്റുവാനായിട്ട് ഏതാനും തൊഴിലാളികളെ ഏർപ്പാടാക്കി. അതിനായിട്ട് ഇങ്ങനെയുള്ള വർക്കുകൾ ചെയ്യുന്ന ഒരു കോൺട്രാക്ടറെയാണ് റൊണാൾഡ് കോഹൻ സമീപിച്ചത്. അയാൾ അവർക്ക് കൊടുത്ത നിർദ്ദേശം ഇതാണ്: തൻ്റെ വീട്ടിൽ ധാരാളം പാഴ്വസ്തുക്കളുണ്ട്, അതെല്ലാം അവിടെ നിന്നും ഒഴിവാക്കണം, വീട് ക്ലീൻ ആക്കി കൊടുക്കണം. അതുപോലെ തനിക്ക് ഉപകാരമുള്ള വസ്തുക്കളെല്ലാം ഒരു ട്രക്കിൽ കയറ്റി തൻ്റെ പുതിയ വീട്ടിലേക്ക് മാറ്റണം. അങ്ങനെ ആ കോൺട്രാക്ട് ഏറ്റെടുത്ത കമ്പനി വളരെ വേഗത്തിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. അവർ വേഗം റൊണാൾഡ് കോഹന്റെ വീട്ടിലെത്തി. എന്നിട്ട് അവിടെയുള്ള വസ്തുക്കളെല്ലാം വാരിപ്പെറുക്കി പുതിയ വീട്ടിലേക്ക് മാറ്റുവാൻ ആരംഭിച്ചു. അതിനുശേഷം ആ വീട്ടിലെ പാഴ്വസ്തുക്കളെല്ലാം കളക്ട് ചെയ്യുവാൻ തുടങ്ങി. ആ വീട്ടിലുള്ള എല്ലാ പാഴ്വസ്തുക്കളും നീക്കം ചെയ്യുവാനായിട്ട് അവർക്ക് സാധിച്ചെങ്കിലും ഒരേ ഒരു സാധനം മാത്രം നീക്കം ചെയ്യുവാൻ കഴിഞ്ഞില്ല. എന്തിനേറെ, ആ വസ്തു ഒന്ന് അനക്കുവാൻ പോലും അവർക്ക് സാധിച്ചില്ല. നല്ല വലിപ്പമുള്ള ഒരു സ്റ്റീൽ ഡ്രം ആയിരുന്നു അത്. ഏകദേശം 55 ഗാലനോളം വെള്ളം കൊള്ളും. ഈ സ്റ്റീൽ ഡ്രം ഇരിക്കുന്നത് ആ വീടിന്റെ സ്റ്റെയർ കേസിന് താഴെയായിട്ടുള്ള സ്ക്രോൾ സ്പേസ് എന്ന സ്ഥലത്താണ്. ഈ സ്ക്രോൾ സ്പേസ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, സ്റ്റെയറിനടിയിലുള്ള ശൂന്യമായിട്ട് കിടക്കുന്ന കുറച്ച് സ്ഥലത്തെയാണ്. പല ആളുകളും അങ്ങനെയുള്ള സ്ഥലത്ത് ഒരു വാതിലൊക്കെ പിടിപ്പിച്ച് ഒരു സ്റ്റോറേജ് പ്ലേസ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്താണ് ഈ സ്റ്റീൽ ഡ്രം ഇരിക്കുന്നത്. ഈ തൊഴിലാളികൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി, വളരെയേറെ പഴക്കമുള്ള ഒരു ഡ്രമ്മാണിത്. കാരണം അത് ആകെ തുരുമ്പ് പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും ചേർന്ന് ആ ഡ്രമ്മിൽ പിടിച്ച് അത് വലിച്ചു നീക്കുവാനായിട്ട് ശ്രമിച്ചു. പക്ഷെ ആ ഡ്രം അനങ്ങിയില്ല, അത്രയേറെ ഭാരമുണ്ടായിരുന്നു അതിന്. അവസാനം റൊണാൾഡ് കോഹന് അവർ ഒരു മെസ്സേജ് ചെയ്തു: സാർ, നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾ നീക്കം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒന്നൊഴിച്ച് ആ സ്റ്റെയർ കേസിന് താഴെയുള്ള ഡ്രം നീക്കം ചെയ്യുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചില്ല. അതിന് അത്രയേറെ ഭാരമുണ്ട്. അത് നീക്കം ചെയ്യുവാനായിട്ട് നിങ്ങൾ മറ്റേതെങ്കിലും വഴി സ്വീകരിക്കുന്നതായിരിക്കും നല്ലത്. ജോലിക്കാരുടെ ഈ മെസ്സേജ് വായിച്ചപ്പോൾ റൊണാൾഡിന് അത്ഭുതമാണ് തോന്നിയത്. കാരണം കഴിഞ്ഞ 10 വർഷമായിട്ട് അയാൾ ഈ വീട്ടിൽ താമസിച്ചു വരികയാണ്. അപ്പോഴൊന്നും ഈ ഡ്രം കണ്ടിട്ടില്ല. ഇപ്പോൾ എവിടെ നിന്നുമാണ് ഇത് പൊട്ടിമുളച്ചു വന്നത്? അയാൾക്കാകെ അമ്പരപ്പായി. എന്തായാലും രണ്ടും കൽപ്പിച്ച് ആ ഡ്രം ഒന്ന് പോയിട്ട് കാണുവാനും അതൊന്ന് തുറന്നു നോക്കിയിട്ട് അതിന്റെ ഉള്ളിൽ എന്താണെന്ന് അറിയുവാനും അയാൾക്കൊരാഗ്രഹം തോന്നി. അങ്ങനെ വീണ്ടും അയാൾ ആ വീട്ടിൽ എത്തുകയാണ്. ആ സമയത്ത് ആ വീട്ടിൽ ആരുമില്ല, ജോലിക്കാരെല്ലാം പോയിരിക്കുന്നു. ഒടുവിൽ വളരെ കഷ്ടപ്പെട്ട് വർഷങ്ങളായിട്ട് ആരും തുറക്കാത്ത ആ ഡ്രം അയാൾ തുറന്നു. അപ്പോഴതിന്റെ ഉള്ളിൽ കണ്ട കാഴ്ച അയാളെ ഞെട്ടിച്ചു കളഞ്ഞു. വേൾഡ് ഫോറൻസിക് ഹിസ്റ്ററിയിലെ ഏറ്റവും ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു കഥയിലേക്കാണ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. ഒരു മമ്മി തന്റെ കൊലയാളിയെ കണ്ടെത്തിയ കഥ. റൊണാൾഡ് കോഹൻ ആ ഡ്രമ്മിന്റെ മൂടി തുറന്നപ്പോൾ ആദ്യം പുറത്തേക്ക് വമിച്ചത് അസഹനീയമായിട്ടുള്ള ദുർഗന്ധമായിരുന്നു. തല തട്ടിപ്പോകുന്ന നാറ്റം. ആ ഡ്രമ്മിന്റെ ഉള്ളിൽ നിറച്ചും പച്ചയും കറുപ്പും കലർന്ന നിറത്തിൽ എന്തോ ഒരു ദ്രാവകം തളം കെട്ടി നിൽപ്പുണ്ട്. വളരെയേറെ കൊഴുപ്പുണ്ട് ആ ദ്രാവകത്തിന്. അത് എന്താണെന്ന് അയാൾക്ക് മനസ്സിലായില്ല. എന്നാൽ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവ്യക്തമായിട്ട് ആ ലിക്വിഡിന്റെ ഉള്ളിലായിട്ട് മറ്റൊന്നുകൂടി അയാൾ കണ്ടു. ഒരു മനുഷ്യന്റെ രൂപം. അതാണാണോ പെണ്ണാണോ എന്നറിയില്ല. എന്തായാലും ആ മനുഷ്യൻ ആ ഡ്രമ്മിന്റെ ഉള്ളിൽ ചുരുണ്ടുകൂടിയിരിക്കുന്ന നിലയിലാണ് കാണപ്പെട്ടത്. ഈ കാഴ്ച കണ്ട് ഭയന്നു പോയ റൊണാൾഡ് കോഹൻ വേഗം പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് അവിടേക്ക് പാഞ്ഞെത്തി. എന്നിട്ട് ആ ഡ്രം എടുത്ത് സ്റ്റേഷനിൽ എത്തിച്ച് അതിന്റെ ഉള്ളിലുള്ള വസ്തുക്കളെല്ലാം ഓരോന്നോരോന്നായിട്ട് പരിശോധിക്കാൻ തുടങ്ങി. ആ ഡ്രമ്മിന്റെ ഉള്ളിൽ നിന്നും പോലീസിന് കിട്ടിയ വസ്തുക്കൾ ഇതായിരുന്നു: മമ്മിഫൈഡ് സ്റ്റേജിലുള്ള ഒരു സ്ത്രീയുടെ ശരീരം, പിന്നെ സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഒരു ജോഡി ഷൂസും ഒരു ഹാൻഡ് ബാഗും, പിന്നെ സ്ട്രേഞ്ച് ആയിട്ട് കാണപ്പെട്ട ആ ഡാർക്കിഷ് ഗ്രീൻ കളറിലുള്ള ലിക്വിഡ്. ആ ലിക്വിഡിന്റെ ഉള്ളിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു. ഏതാനും പ്ലാസ്റ്റിക് മുത്തുകൾ, അതുപോലെ പ്ലാസ്റ്റിക് ഇലകൾ. നമ്മൾ ഈ പ്ലാസ്റ്റിക് അലങ്കാര പൂക്കളൊക്കെ കണ്ടിട്ടില്ലേ, അതിലുപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഇലകൾ. എന്നാൽ പോലീസിനെ ആശ്ചര്യപ്പെടുത്തിയത് ഇതൊന്നുമല്ലായിരുന്നു. അത് ആ ജഡത്തിന്റെ കണ്ടീഷൻ ആയിരുന്നു. ഒരു ജഡം ഈ അവസ്ഥയിലാകണമെങ്കിൽ അതിന് അനേകം വർഷങ്ങൾ വേണ്ടിവരും. ഇത് കണ്ടെടുക്കപ്പെട്ട വീട്ടിലാകട്ടെ നിരവധി ആളുകൾ മാറി മാറി താമസിച്ചിട്ടുണ്ട്. അവരാരും ആ സമയത്ത് ഈ ഡ്രം കണ്ടിട്ടില്ല. ഇതിനോടകം മമ്മിഫൈഡ് സ്റ്റേജിലായിരുന്നതുകൊണ്ട് ആ ജഡം പോസ്റ്റ്മോർട്ടം ചെയ്യുക എന്നത് ഡോക്ടർമാർക്ക് വലിയ വെല്ലുവിളിയായിരുന്നു. എങ്കിലും അവരത് ചെയ്യുകയും ഒരു റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു. ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്: ആ വീപ്പയിൽ നിന്നും കണ്ടെടുക്കപ്പെട്ട ജഡം ഒരു സ്ത്രീയുടെയാണ്. അവരുടെ മരണ കാരണം ഇതാണ്: തലയുടെ പിന്നിലേറ്റ ശക്തമായിട്ടുള്ള അടി. കനമുള്ള ഒരു ഇരുമ്പ് വടിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റെന്തോ ആയുധമോ ഉപയോഗിച്ച് ആരോ അവളുടെ തലയിൽ ശക്തമായിട്ട് അടിച്ചിട്ടുണ്ട്. അടിയുടെ ശക്തിയിൽ ആ സ്ത്രീയുടെ തലയോട് പോലും തകർന്നു പോയിട്ടുണ്ട്. 1 2 തവണയല്ല,
പലതവണ അക്രമി ഒരേ സ്ഥലത്ത് തന്നെ ആഞ്ഞടിച്ചിട്ടുണ്ട്. ആ സ്ത്രീയുടെ ഡെന്റൽ റെക്കോർഡ്സ് പരിശോധിച്ച ഡോക്ടർമാർ മറ്റൊരു കാര്യം കൂടി ഉറപ്പിച്ചു പറഞ്ഞു. കൊല്ലപ്പെട്ട യുവതി ധാരാളം തവണ പല്ലിന് ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ട്. എന്നാൽ ആ ട്രീറ്റ്മെന്റിന്റെ രീതികൾ പരിശോധിച്ചു നോക്കുമ്പോൾ ഇത് അമേരിക്കയിൽ വെച്ച് ചെയ്തതാകുവാനായിട്ട് സാധ്യതയില്ല. പല്ലുകൾക്ക് ഈ ശൈലിയിലുള്ള ചികിത്സാ രീതി അമേരിക്കയിൽ നിലവിലില്ല. അതുകൊണ്ട് മറ്റേതെങ്കിലും രാജ്യത്തു നിന്നുമാവാം അവർ ചികിത്സ എടുത്തിട്ടുള്ളത്. കൂടാതെ കൊല്ലപ്പെട്ട യുവതി ഒരു ഹിസ്പാനിക് ഫീമെയിൽ ആണ്. സ്പാനിഷ് സംസാരിക്കുന്ന രാജ്യങ്ങളിൽ ഉള്ളവരെയാണ് ഹിസ്പാനിക് ഫീമെയിൽ എന്ന് വിളിക്കുന്നത്. ഈ സ്ത്രീയും അതുപോലെ ഏതെങ്കിലും രാജ്യത്തു നിന്നും വന്നവളാവാം. ഈ സ്ത്രീ ഒരു അമേരിക്കക്കാരി അല്ല എന്ന കാര്യം ഉറപ്പിച്ചു പറയുവാൻ കഴിയും. ഡ്രമ്മിൽ നിന്നും കിട്ടിയ വസ്തുക്കളിൽ ഒരു ലേഡീസ് ഹാൻഡ് ബാഗ് ഉണ്ടായിരുന്നുവെന്ന് പറഞ്ഞല്ലോ. അനേക വർഷങ്ങളായിട്ട് ഈ ലിക്വിഡ് കിടന്നതുകൊണ്ട് അതൊരു കല്ല് പോലെയായിരുന്നു. എങ്കിലും വളരെ കഷ്ടപ്പെട്ട് സൂക്ഷിച്ച് ഫോറൻസിക് എക്സ്പെർട്ടുകൾ ആ ബാഗ് തുറന്നു. അതിന്റെ ഉള്ളിൽ നിന്നും ഒരു ഡയറി അവർക്ക് കിട്ടി. ഈ ഡയറി പരിശോധിച്ചാൽ ഈ സ്ത്രീയെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുമെന്ന് അവർ വിചാരിച്ചു. എന്നാൽ അതത്ര എളുപ്പവുമായിരുന്നില്ല. ഫോറൻസിക് ടീമിൽ ഒരു പ്രത്യേക കൂട്ടരുണ്ട്. അവരെ വിളിക്കുന്നത് ഡോക്യുമെന്റ് എക്സ്പെർട്സ് എന്നാണ്. ഈ ഡയറി അവർ ഡോക്യുമെന്റ് എക്സ്പെർട്സിനെ ഏൽപ്പിച്ചു. എന്നിട്ട് അതിൽ നിന്നും എന്തെങ്കിലും വിവരങ്ങൾ കണ്ടെത്തുവാനായിട്ട് കഴിയുമോ എന്ന് നോക്കുവാൻ പറഞ്ഞു. വർഷങ്ങളായിട്ട് ഈ ഡയറിയും അതേ ലിക്വിഡിൽ തന്നെയാണ് കിടക്കുന്നത്. അതിന്റെ അവസ്ഥയും വളരെ പരിതാപകരമായിരുന്നു. ഡോക്യുമെന്റ് എക്സ്പെർട്ടുകൾ വളരെ ശാസ്ത്രീയമായിട്ട് ആ ഡയറി ഉണക്കിയെടുക്കുവാനായിട്ട് ശ്രമിച്ചു. അതിൽ നിന്നും എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുമോ എന്ന് അവർ അന്വേഷിക്കുന്നതിന്റെ ഇടയിലാണ് ഈ കേസിനെ വഴിതിരിച്ചുവിട്ട മറ്റൊരു സംഭവം ഉണ്ടായത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒരു കാര്യം പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്തിരുന്നു. പോസ്റ്റ്മോർട്ടം ചെയ്യും മുൻപായിട്ട് ഈ മമ്മിഫൈഡ് ബോഡി ഡോക്ടർമാരൊന്ന് സ്കാൻ ചെയ്തു. ആ സ്കാനിങ്ങിൽ പുറത്തു വന്ന റിപ്പോർട്ട് ഇതായിരുന്നു. കൊല്ലപ്പെട്ട ഈ സ്ത്രീ നിറഗർഭിണിയാണ്. അവളുടെ വയറ്റിൽ 7 അല്ലെങ്കിൽ 8 മാസം പ്രായം വരുന്ന ഒരു ആൺകുട്ടിയുണ്ട്. എപ്പോൾ വേണമെങ്കിലും ഡെലിവറി നടക്കാവുന്ന അവസ്ഥയായിരുന്നു അത്. അപ്പോഴാണ് ആ സ്ത്രീ കൊല്ലപ്പെട്ടത്. അതിന്റെ ഫലമായിട്ട് ആ കുട്ടിയും കൊല്ലപ്പെട്ടു. തന്റെ മാതാവിനെ പോലെ ഒരു മമ്മിഫൈഡ് അവസ്ഥയിലാണ് ആ കുട്ടിയും ഗർഭപാത്രത്തിൽ കിടക്കുന്നത്. ഇത്രയും നേരം വരെ പോലീസ് വിചാരിച്ചത് ഇത് ഒരു കൊലപാതകമായിരിക്കുമെന്നാണ്. എന്നാൽ കുട്ടിയുടെ കാര്യം കൂടി അറിഞ്ഞതോടെ ഇത് ഇരട്ട കൊലയാണെന്ന് മനസ്സിലായി. ഈ സ്ത്രീയുടെ മരണത്തിന് പിന്നിൽ എന്തൊക്കെയോ ദുരൂഹതകൾ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് എന്ത് വില കൊടുത്തും ഈ കേസ് തെളിയിക്കണമെന്ന് ന്യൂയോർക്ക് പോലീസ് തീരുമാനിച്ചു. അതേ സമയത്ത് ഡോക്യുമെന്റ് എക്സ്പെർട്ടുകൾ ഹാൻഡ് ബാഗിൽ നിന്നും കിട്ടിയ ഡയറി ഉണക്കിയെടുത്തു. യോക റാറ്റൻ എന്നു പേരുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ കീഴിലായിരുന്നു ഈ കാര്യങ്ങളെല്ലാം നടന്നത്. അദ്ദേഹം ഇൻഫ്രാറെഡ് ടെക്നോളജി ഉപയോഗിച്ച് ആ ഡയറിയിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ വായിക്കുവാനായിട്ട് ശ്രമിച്ചു. എന്നാൽ കഷ്ടകാലത്തിന് ആ ഡയറിയിൽ എഴുതിയിരുന്ന വാക്കുകളെല്ലാം വർഷങ്ങളായിട്ട് ആ ലിക്വിഡിൽ കിടന്നതുകൊണ്ട് ഇതിനോടകം മലിഞ്ഞു പോയിരുന്നു. ബാക്കി എല്ലാ കാര്യങ്ങളും കണ്ടുപിടിച്ചു. എന്നാൽ ഒരു കാര്യം മാത്രം ഫോറൻസിക് എക്സ്പെർട്ടുകൾക്ക് ഒരു എത്തും പിടിയും കിട്ടിയില്ല. ആ ഡ്രമ്മിന്റെ ഉള്ളിൽ കണ്ട ആ ലിക്വിഡ് അത് എന്താണെന്ന് അവർക്ക് മനസ്സിലായില്ല. എങ്കിലും ഒരു ഏകദേശ അനുമാനത്തിൽ എത്തുവാനായിട്ട് അവർക്ക് സാധിച്ചു. ഈ ഡാർക്കിഷ് ഗ്രീൻ കളറിലുള്ള ലിക്വിഡിൽ ധാരാളം പ്ലാസ്റ്റിക് ഇലകളുണ്ട്, അതുപോലെ പ്ലാസ്റ്റിക് മുത്തുകളും. അതുകൊണ്ട് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഏതെങ്കിലും കമ്പനിയുടെ വകയായിരിക്കാം ഈ ഡ്രമ്മും അതിന്റെ ഉള്ളിലെ വസ്തുക്കളുമെന്ന് അവർ അനുമാനിച്ചു. അതിൽ തന്നെ ഏറ്റവും അധികം സാധ്യതയുള്ളത് ഫ്ലവർ വേസും മറ്റും നിർമ്മിക്കുന്ന ഒരു കമ്പനിയുടെ ആയിരിക്കാം ഇതെന്നാണ്. കാരണം അതിന്റെ ഉള്ളിൽ ധാരാളം പ്ലാസ്റ്റിക് ഇലകളുണ്ട്, അതുപോലെ പ്ലാസ്റ്റിക് മുത്തുകളും. ഇത്തരം വസ്തുക്കളെല്ലാം പ്ലാസ്റ്റിക് ഫ്ലവർ വേസുകളിൽ സാധാരണയായിട്ട് കാണപ്പെടുന്നതാണ്. വൈകാതെ അവരുടെ അനുമാനങ്ങൾ ശരിയാണെന്ന സ്ഥിരീകരണം വരികയാണ്. ഫാക്ടറികളിൽ നിർമ്മിക്കുന്ന ഇത്തരം എല്ലാ ഡ്രമ്മുകൾക്കും യൂണീക്ക് ആയിട്ടൊരു കോഡ് ഉണ്ടായിരിക്കും. ഉദാഹരണത്തിന് നമ്മൾ ഈ ബാർ കോഡ് കണ്ടിട്ടില്ലേ, അതുപോലെ ഒന്ന്. അതുപോലെ ഒരു കോഡ് ഈ ഡ്രമ്മിലും ഉണ്ടായിരുന്നു. ഇതിനോടകം തുരുമ്പ് പിടിച്ച ആ ഡ്രം അവർ ക്ലീൻ ചെയ്തു. എന്നിട്ട് ആ കോഡ് കണ്ടെത്തി. പിന്നെ ആ കോഡിന്റെ പിന്നാലെ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചു. ആ അന്വേഷണം അവരെ കൊണ്ടുവന്ന് നിർത്തിയത് ഇത്തരം ഡ്രമ്മുകൾ നിർമ്മിക്കുന്ന ഒരു കമ്പനിയിലാണ്. എന്നാൽ ആ അന്വേഷണം അവിടെ വെച്ച് വഴിമുട്ടുകയാണ് ചെയ്തത്. ഡ്രം നിർമ്മിച്ച ആ കമ്പനിയിലെ ഉദ്യോഗസ്ഥർ പോലീസിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഇത്തരം ഡ്രമ്മുകൾ ഞങ്ങൾ മുൻപ് നിർമ്മിച്ചിരുന്നു. അതൊരു 35 വർഷം മുൻപാണ്. അതിനുശേഷം ഇങ്ങനെയുള്ള ഡ്രമ്മുകൾ നിർമ്മിച്ചിട്ടേയില്ല. ആ സമയത്ത് ഇങ്ങനെയുള്ള ഡ്രമ്മുകൾ വാങ്ങിച്ചു കൊണ്ടുപോയത് പ്ലാസ്റ്റിക് മാനുഫാക്ചറിംഗ് കമ്പനികളാണ്. അങ്ങനെയുള്ള ധാരാളം കമ്പനികൾ ഞങ്ങളുടെ അടുക്കൽ നിന്നും ഇത്തരം ഡ്രമ്മുകൾ വാങ്ങിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ കൊണ്ടുവന്ന ബാർകോഡുള്ള ആ ഡ്രമ്മ് കൃത്യമായിട്ടും ആരാണ് വാങ്ങിച്ചത് എന്ന് പറയുവാനായിട്ട് ഞങ്ങൾക്ക് യാതൊരു വഴിയുമില്ല. കാരണം അന്നുള്ള രേഖകളൊന്നും ഇന്നില്ല. ഡ്രമ്മിന്റെ പിന്നാലെയുള്ള അന്വേഷണം വഴിമുട്ടിയതുകൊണ്ട് പോലീസ് അടുത്ത മാർഗം സ്വീകരിച്ചു. ഈ ഡ്രം കണ്ടുപിടിച്ചത് ഒരു വീട്ടിൽ നിന്നുമാണല്ലോ. ആ വീട്ടിൽ ഇതിനു മുൻപ് താമസിച്ചിരുന്നത് ആരൊക്കെയാണ്, അവർക്ക് ഇതിനെക്കുറിച്ച് എന്തൊക്കെ അറിയാമെന്ന് അവർ അന്വേഷിച്ചു. ധാരാളം ആളുകൾ കഴിഞ്ഞ 30-35 വർഷത്തിനിടയിൽ ആ വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ട റൊണാൾഡ് കോഹൻ ആകട്ടെ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടെയാണ് താമസിച്ചിരുന്നത്. റൊണാൾഡ് കോഹനിൽ നിന്നും ഈ വീട്ടിൽ മുൻപ് താമസിച്ചിരുന്ന ആളുകളിലേക്ക് പിന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ യഥാർത്ഥ കുറ്റവാളിയിലേക്ക് എത്തിച്ചേരുമെന്ന് അവർ അനുമാനിച്ചു. കാരണം അയാളായിരിക്കണം ആ ഡ്രം അവിടെ വെച്ചിട്ടുണ്ടാവുക. 1990 മുതൽ 99 വരെയാണ് റൊണാൾഡ് കോഹൻ ഈ വീട്ടിൽ താമസിച്ചത്. ആ സമയത്ത് ഇവിടെ ഇങ്ങനെ ഒരു വസ്തു ഉള്ളതായിട്ട് അയാൾക്ക് യാതൊരു അറിവുമില്ലായിരുന്നു.
റൊണാൾഡ് കോഹനിൽ നിന്നും വീണ്ടും ഒരു 10 വർഷം പിന്നിലേക്ക് പോലീസ് സഞ്ചരിക്കുകയാണ്. ആ സമയത്ത് ആ വീട്ടിൽ താമസിച്ച ആളെ അവർ കണ്ടെത്തി. അന്വേഷണത്തിൽ അയാൾക്കും റൊണാൾഡ് കോഹൻ പറഞ്ഞതിനും അപ്പുറം ഒന്നും പറയുവാനില്ലായിരുന്നു. എന്നാൽ ഈ വ്യക്തി ഈ ഡ്രം സ്റ്റെയർ കേസിന് കീഴിലായിട്ടിരിക്കുന്നത് കണ്ടിരുന്നു. അയാൾ അത് അവിടെ നിന്ന് നീക്കുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അമിതമായിട്ടുള്ള ഭാരം മൂലം ഒന്ന് അനക്കുവാൻ പോലും കഴിഞ്ഞില്ല. അതും കൂടാതെ ആ ഡ്രമ്മിൽ ഒരു കെമിക്കൽ സിമ്പൽ അയാൾ കണ്ടിരുന്നു. എന്തെങ്കിലും മാരകമായിട്ടുള്ള വിഷവസ്തു ആയിരിക്കും അത്. നമ്മൾ എന്തിനാണ് ആവശ്യമില്ലാത്ത വയ്യാവേലികൾ വലിച്ചു വെക്കുന്നത്? ആർക്കും ശല്യമില്ലാത്തൊരു സ്ഥലത്താണല്ലോ അതിപ്പോൾ ഇരിക്കുന്നത്. അവിടെ തന്നെ ഇരുന്നു കൊള്ളട്ടെ എന്ന് അയാളും വിചാരിച്ചു. അങ്ങനെ ഈ വീടിന്റെ മുൻ ഉടമകളുടെ പിന്നാലെ സഞ്ചരിച്ച പോലീസ് ഒടുവിൽ ഒരാളിൽ എത്തിച്ചേരുകയാണ്. അയാളുടെ പേര് ഹോവാർഡ് ബി എൽക്കിൻസ് എന്നാണ്. ഏകദേശം 35 വർഷം മുൻപ് ഹോവാർഡ് ആയിരുന്നു ഈ വീട്ടിൽ താമസിച്ചു വന്നത്. അന്വേഷണത്തിൽ പോലീസിന്റെ സംശയത്തെ ബലപ്പെടുത്തുന്ന ഒരു കാര്യം കൂടി കണ്ടെത്തി. ഹോവാർഡ് എൽക്കിൻസിന് ഒരു ബിസിനസ് ഉണ്ടായിരുന്നു. ഒരു പ്ലാസ്റ്റിക് മാനുഫാക്ചറിംഗ് കമ്പനിയായിരുന്നു അയാൾ നടത്തി വന്നത്. പൂക്കളും ഇലകളും ഫ്ലവർ വേസുകളും മറ്റും നിർമ്മിക്കുന്ന ഒരു കമ്പനി. ഒരു പക്ഷേ ഹൊവാർഡിനും ഈ കൊലയ്ക്കും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കുമോ എന്ന് പോലീസ് സംശയിച്ചു. കാരണം അതിനുള്ള സൂചനകളാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ പോലീസിന്റെ അന്വേഷണം ഹൊവാർഡിനെ ചുറ്റിപ്പറ്റിയായി. അപ്പോഴാണ് അവർക്കൊരു കാര്യം മനസ്സിലായത്. അനേകം വർഷങ്ങൾക്ക് മുൻപ് ഇവിടെയുള്ള ബിസിനസ് എല്ലാം നിർത്തിയിട്ട് അയാളും ഭാര്യയും ഇപ്പോൾ ഫ്ലോറിഡയിലാണ് താമസിക്കുന്നത്. വളരെ ഹാപ്പിയായ ഒരു റിട്ടയർമെന്റ് ലൈഫ് ആസ്വദിച്ചു വരികയാണ് അയാൾ. അതേ സമയത്ത് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു ലീഡ് കൂടി പോലീസിന് കിട്ടുകയാണ്. മാധ്യമങ്ങളിൽ ഇത് വലിയ വാർത്തയായി. അവരത് ആഘോഷമാക്കി. കാരണം ആഘോഷിക്കുവാനുള്ള എല്ലാ ചേരുവയും ഇതിലുണ്ട്. ഒരു വ്യക്തി വീട് മാറുവാനായിട്ട് തീരുമാനിക്കുന്നു. അതിനുള്ള ക്രമീകരണങ്ങൾ നടക്കുന്ന സമയത്ത് വളരെ യാദൃശികമായിട്ട് അയാളുടെ വീടിന്റെ സ്റ്റെയർ കേസിന്റെ അടിയിൽ നിന്നും പഴയ ഒരു ഡ്രം കണ്ടുകിട്ടുന്നു. കൂടുതൽ പരിശോധനയിൽ ആ ഡ്രമ്മിന്റെ ഉള്ളിൽ നിന്നും നിറഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീയുടെ ജഡം കണ്ടുകിട്ടുന്നു. അവർക്ക് ആഘോഷിക്കുവാനായിട്ട് ഇതിലും വലിയ കാരണങ്ങൾ വേറെ എന്താണ് വേണ്ടത്? ഈ വീപ്പയുടെ ഫോട്ടോ അടക്കമാണ് അന്ന് പത്രങ്ങളിൽ വാർത്ത വന്നത്. ന്യൂസ് പുറത്തു വന്നതിന്റെ തൊട്ടു പിന്നാലെ പോലീസിനൊരു ഫോൺ കോൾ വരികയാണ്. ഫോണിന്റെ മറുതലയ്ക്ക് ഉള്ള ആളിന് പോലീസിനോട് പറയുവാനായിട്ടൊരു കാര്യമുണ്ടായിരുന്നു. അയാൾ പറഞ്ഞത് ഇങ്ങനെയാണ്: സാർ, പത്രങ്ങളിൽ വന്ന വാർത്തയും ഫോട്ടോയും ഞാൻ കണ്ടു. അപ്പോഴാണ് ചില കാര്യങ്ങൾ എനിക്ക് ഓർമ്മ വന്നത്. ഏകദേശം ഒരു 30-35 വർഷങ്ങൾക്ക് മുൻപ് ഞാനൊരു പ്ലാസ്റ്റിക് കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു. അന്ന് ആ കമ്പനിയിൽ ഇതുപോലെയുള്ള ഡ്രം ഉപയോഗിച്ചിരുന്നു. മാത്രവുമല്ല, പച്ച നിറമുള്ള ലിക്വിഡ് അതും ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഹൊവാർഡ് ബി എൽക്കിൻസ് എന്നു പേരുള്ള ഒരാളായിരുന്നു ആ കമ്പനിയുടെ ഉടമ. കമ്പനിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ ചില കഥകൾ കേട്ടിരുന്നു. അവിടെയുള്ള ഒരു ജോലിക്കാരിയുമായിട്ട് അയാൾക്ക് അവിഹിത ബന്ധമുണ്ടെന്ന്. ഇതല്ലാതെ മറ്റൊന്നും എനിക്കറിയില്ല. നിങ്ങളിപ്പോൾ ആ വീപ്പയുടെ ഉള്ളിൽ നിന്നും കണ്ടെത്തിയ ജഡം ആ ജോലിക്കാരിയുടെയാണോ, ഹൊവാർഡാണോ അവളെ കൊല ചെയ്തത്? അങ്ങനെയുള്ള യാതൊരു കാര്യവും എനിക്കറിയില്ല. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഇത്ര മാത്രമാണ്. അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. ഇതായിരുന്നു അയാൾക്ക് പറയുവാനുണ്ടായിരുന്നത്. ഈ കേസിന്റെ അന്വേഷണത്തിൽ വലിയ പുരോഗതിയാണ് ഉണ്ടായിട്ടുള്ളത്. അതും ആരും വിചാരിക്കാത്ത രീതിയിൽ. എങ്കിലും ഇനിയും മുൻപോട്ട് പോകേണ്ടതുണ്ട്. അതിനായിട്ട് ഹൊവാർഡിനെ ചോദ്യം ചെയ്യണം. ഹൊവാർഡിനെ കണ്ടുപിടിച്ച് അയാളെ ചോദ്യം ചെയ്യുവാനായിട്ട് 2 ഡിറ്റക്റ്റീവുകളെ പോലീസ് ഏർപ്പാടാക്കി. അവർ നേരെ ഫ്ലോറിഡയിലേക്ക് പുറപ്പെടുകയാണ്. ഒടുവിൽ അയാളുടെ വീടിന്റെ മുൻപിൽ ഈ ഡിറ്റക്റ്റീവുകൾ എത്തിച്ചേരുകയാണ്. പോലീസ് ഹൊവാർഡിന്റെ കതകിൽ മുട്ടി. അയാൾ വാതിൽ തുറന്നു. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട ഡിറ്റക്റ്റീവുകൾ അയാളെ ചോദ്യം ചെയ്യുവാൻ തുടങ്ങി. ഹൊവാർഡിനെ ഒന്നും മനസ്സിലായില്ല. വർഷങ്ങൾക്ക് മുൻപെങ്ങോ നടന്ന ഒരു സംഭവത്തിന്റെ പേരിൽ പോലീസ് മണം പിടിച്ച് ഇവിടെ വരെ എത്തുമെന്ന് അയാളും പ്രതീക്ഷിച്ചില്ല. എല്ലാ കള്ളന്മാരും പറയും പോലെ ഈ കേസിനെ കുറിച്ച് തനിക്കൊന്നും അറിയില്ല എന്ന് അയാൾ അവരോട് പറഞ്ഞു. അപ്പോൾ ഡിറ്റക്റ്റീവുകൾ ആ ഡ്രമ്മിന്റെ ഫോട്ടോ കാണിച്ച്, ഈ ഡ്രം നിങ്ങൾ മുൻപ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതിന് അയാൾ കൊടുത്ത മറുപടി ഇതാണ്: ഇതിനു മുൻപ് ഇങ്ങനെയൊരു ഡ്രം ഞാൻ കണ്ടിട്ടേയില്ല. പിന്നെ ഡിറ്റക്റ്റീവുകൾ ചോദിച്ച ചോദ്യം ഇതാണ്: നിങ്ങൾ അവിടെ ഒരു പ്ലാസ്റ്റിക് കമ്പനി നടത്തിയിരുന്നു എന്ന കാര്യമൊക്കെ ഞങ്ങൾക്കറിയാം. ആ കമ്പനിയിൽ ഇതുപോലെയുള്ള ഡ്രം ഉപയോഗിച്ചിരുന്നോ? അതിനും അയാൾ ഇല്ല എന്നാണ് ഉത്തരം കൊടുത്തത്. ശരി, ഞങ്ങൾക്ക് ആ ഡ്രമ്മിൽ നിന്നും ഗ്രീൻ കളറിലുള്ള ഒരു ലിക്വിഡ് കിട്ടിയിരുന്നു. അതിന്റെ കൂട്ടത്തിൽ ഏതാനും പ്ലാസ്റ്റിക് ഇലകളും അതോടൊപ്പം പ്ലാസ്റ്റിക് മുത്തുകളും കിട്ടിയിരുന്നു. ഇങ്ങനെയുള്ള ലിക്വിഡുകളോ ഇലകളോ മുത്തുകളോ നിങ്ങളുടെ കമ്പനിയിൽ ഉപയോഗിച്ചിരുന്നോ? ആ ചോദ്യത്തിനും അയാൾ ഇല്ല എന്നാണ് പറഞ്ഞത്. ഡിറ്റക്റ്റീവുകൾ എന്ത് ചോദിച്ചാലും അയാൾക്ക് കൊടുക്കുവാനായിട്ട് ഒരു ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ: നോ, നോ, നോ. ഈ ഒരു സിറ്റുവേഷനിൽ എല്ലാ ചോദ്യങ്ങൾക്കും യെസ് 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 എന്ന് പറഞ്ഞാലും പ്രശ്നമാണ്, അതുപോലെ നോ 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 എന്ന് പറഞ്ഞാലും പ്രശ്നമാണ്. അവസാനമായിട്ട് ഡിറ്റക്റ്റീവുകൾ ഒരു ചോദ്യം കൂടി ചോദിച്ചു: ഞങ്ങളുടെ അന്വേഷണത്തിൽ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ ആ കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെയുള്ള ഒരു ജോലിക്കാരിയുമായിട്ട് അഫയർ ഉണ്ടായിരുന്നുവെന്ന്. ഇത് സത്യമാണോ? ഇത്തവണയും പതിവ് പോലെ അയാൾ നോ എന്ന് പറയുമെന്നാണ് ഡിറ്റക്റ്റീവുകൾ വിചാരിച്ചത്. എന്നാൽ അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അയാൾ ആ ചോദ്യത്തിന് യെസ് എന്നാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ആ പെണ്ണിന്റെ പേരെന്തായിരുന്നു? അവർ കാണുവാനായിട്ട് എങ്ങനെയാണ് ഇരുന്നത് എന്നിവർ ചോദിച്ചു. അതിന് അയാൾ കൊടുത്ത ഉത്തരം ഇതാണ്: ആ സംഭവങ്ങളെല്ലാം നടന്നിട്ട് ഇപ്പോൾ വർഷങ്ങൾ ഏറെ ആയിരിക്കുന്നു. അവളുടെ പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. അവൾ എങ്ങനെയാണ് ഇരുന്നത് എന്ന് പോലും ഞാൻ മറന്നുപോയി.
എങ്ങനെയെങ്കിലും ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുവാനായിട്ട് പോലീസ് വീണ്ടും വീണ്ടും അയാളോട് കിള്ളി ചോദിച്ചു. സാർ, നിങ്ങൾ വളരെ കാലമായിട്ട് ആ സ്ത്രീയുമായിട്ട് റിലേഷനിലായിരുന്നല്ലോ. അവളെക്കുറിച്ച് ഒന്നും ഓർക്കുന്നില്ലേ? അവൾ മെലിഞ്ഞതായിരുന്നോ അതോ വണ്ണമുള്ളവളായിരുന്നോ? അവരുടെ മുടിയുടെ കളർ എന്താണ്? അതുപോലെ കണ്ണിന്റെ നിറം എന്താണ്? അങ്ങനെ തുടങ്ങി എന്തെങ്കിലും ഓർമ്മയിൽ ഇല്ലാതിരിക്കില്ല. ഒന്ന് ഓർത്തു പറയൂ. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഹൊവാർഡ് കൊടുത്ത ഉത്തരം ഇല്ല 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 എന്ന് മാത്രമാണ്. എനിക്ക് അവളുമായിട്ട് ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. അത് ശരിയാണ്. അത് വളരെ കാലം മുൻപാണ്. അതല്ലാതെ മറ്റൊരു കാര്യവും എനിക്കറിയില്ല. അതേ സമയത്ത് ആ വീട്ടിലേക്ക് ഒരു ഫോൺ കോൾ വരികയാണ്. പെട്ടെന്ന് ഹൊവാർഡ് തിരിഞ്ഞ് മുഖത്തടിച്ചതുപോലെ ഈ പോലീസുകാരോട് ഇങ്ങനെ പറഞ്ഞു, മിസ്റ്റർ ഡിറ്റക്റ്റീവ്സ്, എൻ്റെ ഭാര്യയാണ് വിളിക്കുന്നത്. എനിക്ക് അവരുമായിട്ട് പ്രൈവറ്റായിട്ട് സംസാരിക്കണം. നിങ്ങളുമായിട്ടുള്ള സംസാരം ഇവിടെ വെച്ച് നിർത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് പുറത്തേക്ക് പോകാം. മുഖത്തടിച്ചതുപോലെയുള്ള ഈ വർത്തമാനം കേട്ടപ്പോൾ അവർക്ക് അമർഷം വന്നുവെങ്കിലും അത് അടക്കി പിടിച്ചുകൊണ്ട് വീണ്ടും ചോദിച്ചു, ശരി, നിങ്ങളോട് ഇനി വേറെ ചോദ്യങ്ങളൊന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല. ഒരേ ഒരു ചോദ്യം മാത്രം ചോദിക്കുന്നു. നിങ്ങളുടെ DNA സാമ്പിൾ ഞങ്ങൾക്ക് തരുവാൻ കഴിയുമോ? എൻ്റെ DNA കിട്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് ഹൊവാർഡ് ചോദിച്ചു. അതിനുത്തരമായിട്ട് ഡിറ്റക്റ്റീവുകൾ പറഞ്ഞതെങ്ങനെയാണ്, കൊല്ലപ്പെട്ട ആ യുവതിയുടെ വയറ്റിൽ പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ആൺകുട്ടിയുണ്ട്. ആ കുട്ടിയുടെ ടിഷ്യൂ എടുത്ത് അതിൽ നിന്ന് DNA വേർതിരിച്ച് നിങ്ങളുടെ DNAയുമായിട്ട് മാച്ച് ചെയ്ത് നിങ്ങളാണോ ആ കുട്ടിയുടെ പിതാവ് എന്ന് ഞങ്ങൾക്ക് പരിശോധിക്കണം. അതിനു വേണ്ടിയിട്ടാണ് DNA ആവശ്യപ്പെടുന്നത്. ഡിറ്റക്റ്റീവുകൾ ഇത് പറഞ്ഞതും ഹൊവാർഡിന്റെ മുഖം വിളറി വെളുത്തു. അയാൾ സ്തബ്ധനായിട്ട് അല്പസമയം നിന്നുപോയി. ഒരു ഷോക്കോട് കൂടി അയാൾ പറഞ്ഞു, എൻ്റെ DNA ഒന്നും തരുവാനായിട്ട് കഴിയില്ല. ഇങ്ങനെ ഒരു കേസിൽ തൻ്റെ DNA ഒരാൾ തരുവാനായിട്ട് കഴിയില്ല എന്ന് എപ്പോൾ പറയുന്നുവോ ആ നിമിഷം മുതൽ അയാളാണ് കുറ്റവാളിയെന്ന് അനുമാനിക്കാം. ഇതിനോടകം ദേഷ്യത്തിലായിരുന്ന ആ പോലീസുകാർ അയാളുടെ മുഖത്ത് നോക്കി ഇങ്ങനെ പറഞ്ഞു, മിസ്റ്റർ എൽക്കിൻസ്, നിങ്ങൾ നിങ്ങളുടെ DNA ഇപ്പോൾ തരേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ കോർട്ട് ഓർഡറുമായിട്ട് മടങ്ങി വന്ന് അത് എടുത്തുകൊള്ളാം. എന്നിട്ട് ആ കുട്ടിയുടെ DNAയും നിങ്ങളുടെ DNAയും ഒത്തുനോക്കിയിട്ട് നീ തന്നെയാണ് ആ കുട്ടിയുടെ പിതാവെന്ന് തെളിയിച്ച് നിനക്ക് അർഹിക്കുന്ന ശിക്ഷ മേടിച്ചു തരേണ്ടത് ഞങ്ങളുടെ കടമയാണ്. ഞങ്ങളത് ചെയ്യും. ശിഷ്ടകാലം, അതായത് നിന്റെ വിശ്രമ ജീവിതം ഇനി ജയിലിൽ ആഘോഷിക്കാം. തയ്യാറായിട്ടിരുന്നുള്ളൂ. ഹൊവാർഡിന്റെ മുഖത്ത് നോക്കി വെല്ലുവിളിക്കും പോലെയാണ് അവരിത് പറഞ്ഞത്. ഇതിനോടകം പേടിച്ച് വിറച്ചിരിക്കുകയായിരുന്നെങ്കിൽ ഹൊവാർഡ് സമനില കൈവിടാതെ അവരോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ കോർട്ട് ഓർഡറുമായിട്ട് വരിക. ഞാൻ കാത്തിരിക്കാം. ഇപ്പോൾ നിങ്ങൾ പുറത്തേക്ക് പോകണം. എനിക്ക് എൻ്റെ ഭാര്യയുമായിട്ട് സംസാരിക്കണം. പോലീസുകാർ പോയതിന്റെ തൊട്ടു പിന്നാലെ അയാൾ ടെലിഫോൺ എടുത്ത് ഭാര്യയുമായിട്ട് അല്പസമയം സംസാരിച്ചു. എന്നിട്ട് ഓക്കെ ഡിയർ, എനിക്കൊരു ഷോപ്പിങ്ങിന് പോകണമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. ഹൊവാർഡ് അന്ന് നടത്തിയ ഷോപ്പിംഗ് അതൊരു വല്ലാത്ത ഷോപ്പിംഗ് ആയിരുന്നു. അയാൾ നേരെ ഒരു കടയിൽ പോയി ഒരു റൈഫിൾ വാങ്ങി. ആ തോക്കുമെടുത്ത് അയാൾ വീട്ടിലേക്ക് വന്നു. ഗാരേജിൽ കാർ കയറ്റിയിട്ടു. എന്നിട്ട് കാറിന്റെ പിൻവാതിൽ തുറന്ന് സൗകര്യപ്രദമായിട്ടിരുന്നു. അതിനുശേഷം റൈഫിൾ താടിയോട് ചേർത്ത് വെച്ച് അയാൾ നിറയൊഴിച്ചു. അതെ, അയാൾ ആത്മഹത്യ ചെയ്തു. ഹൊവാർഡ് ആത്മഹത്യ ചെയ്ത കാര്യം പോലീസും അറിഞ്ഞു. ഇനി കോർട്ട് ഓർഡറിന്റെ യാതൊരു ആവശ്യവുമില്ല. അവർ നേരെ വന്ന് അയാളുടെ DNA എടുത്തു. പിന്നെ ആ ഗർഭസ്ഥ ശിശുവിന്റെ DNAയും എടുത്തു. രണ്ടും തമ്മിൽ മാച്ച് ചെയ്തു. പോലീസും നിങ്ങളും ഇപ്പോൾ എന്താണോ വിചാരിച്ചത് അതുതന്നെയായിരുന്നു അതിന്റെ ഉത്തരവും. ആ കുട്ടിയുടെ പിതാവ് ഹൊവാർഡായിരുന്നു. നിങ്ങൾ വെറുതെ ഒന്ന് സങ്കല്പിച്ചു നോക്കുക. 30 വർഷമായിട്ടൊരു ഡ്രമ്മിന്റെ ഉള്ളിൽ അടയ്ക്കപ്പെട്ട നിലയിൽ കിടന്ന ഒരു കുട്ടിയുടെ DNA എടുത്ത് ആ DNA ഉപയോഗിച്ച് കൊലയാളിയെ കണ്ടെത്തിയിരിക്കുന്നു. ഫോറൻസിക് ഇൻവെസ്റ്റിഗേഷൻ ഹിസ്റ്ററിയിലെ വലിയൊരു അധ്യായമാണിത്. വേറെ ലെവൽ ഒരു കേസന്വേഷണമായിരുന്നു ഇത്. ആ അമ്മയെയും കുട്ടിയെയും കൊന്നത് ആരാണെന്ന ചോദ്യത്തിന് ഇനി പ്രസക്തിയില്ല. അയാളുടെ ആത്മഹത്യയോടെ കുറ്റവാളി പുറത്തു വന്നിരിക്കുന്നു. കൊലയാളിയെ കണ്ടെത്തിയിരിക്കുന്നു. കുറ്റവും തെളിഞ്ഞിരിക്കുന്നു. എന്നാൽ ഈ കേസ് ഇനിയും അവസാനിച്ചിട്ടില്ല. ഇനിയും കണ്ടെത്തുവാനായിട്ട് നിരവധി കാര്യങ്ങൾ ഈ കേസിൽ ബാക്കി കിടക്കുകയാണ്. കുട്ടിയുടെ അമ്മ ആരാണ്? അവരുടെ ഐഡന്റിറ്റി എന്താണ്? അത് കണ്ടുപിടിച്ചാൽ മാത്രമാണ് പോലീസിന് ഈ കേസ് ക്ലോസ് ചെയ്യുവാനായിട്ട് കഴിയൂ. പിന്നീട് പോലീസ് ആ സ്ത്രീയുടെ ഐഡന്റിറ്റി മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. അതിന് അവരുടെ മുൻപിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ആ വീപ്പയുടെ ഉള്ളിൽ നിന്നും കിട്ടിയ ഹാൻഡ് ബാഗിന്റെ ഉള്ളിലെ ഡയറി. അതിനായിട്ട് ഫോറൻസിക് എക്സ്പെർട്ടുകൾ കഠിനമായിട്ട് പ്രയത്നിച്ചു. ഡയറിയിൽ എഴുതിയിരുന്ന മഷിയെല്ലാം മാഞ്ഞു പോയതുകൊണ്ട് ഒരു കാരണവശാലും എഴുതിയിരിക്കുന്നത് എന്താണെന്ന് കണ്ടുപിടിക്കുവാൻ കഴിയില്ല. എന്നാൽ ഇവിടെ മറ്റൊരു കാര്യമുണ്ട്. ഒരു പേപ്പറിൽ നമ്മൾ എന്തെങ്കിലും എഴുതുമ്പോൾ ഒരു പാട് അവിടെ അവശേഷിക്കും. മഷി മാഞ്ഞു പോയാലും ആ പാട് മാഞ്ഞു പോകത്തില്ല. അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിച്ച് ഫോറൻസിക് എക്സ്പെർട്ടുകൾ ആ പാടുകൾ കണ്ടെത്തി. പിന്നെ അതിൽ നിന്നും ഓരോരോ അക്ഷരങ്ങളായിട്ട് വേർതിരിച്ചു. അങ്ങനെ ആ ഡയറിയിലെ ഉള്ളടക്കം മെല്ലെ മെല്ലെ പുറത്തേക്ക് വരികയാണ്. ആ ഡയറിയുടെ 1ാമത്തെ പേജിൽ റെയ്ന ആഞ്ചലിക്ക മരോക്കിൻ എന്ന് എഴുതിയിരുന്നു. കൊല്ലപ്പെട്ട സ്ത്രീയുടെ പേര് റെയ്ന എന്നായിരിക്കുമെന്ന് പോലീസ് അനുമാനിച്ചു. മാത്രവുമല്ല, ആ ഡയറിയിൽ ഏതാനും ഫോൺ നമ്പറുകൾ ഉണ്ടായിരുന്നു. അതിൽ 1ാമത്തെ ഫോൺ നമ്പർ വേറെ ആരുടെയുമല്ല, ഹൊവാർഡ് എൽക്കിൻസിന്റെയാണ്. പോലീസ് ആ ഡയറിയിൽ ഉണ്ടായിരുന്ന എല്ലാ ലാൻഡ് ലൈൻ നമ്പറുകളിലേക്കും കോൾ ചെയ്യുകയാണ്. പക്ഷെ അവിടെയും അവരെ നിരാശയായിരുന്നു കാത്തിരുന്നത്. കാരണം ഈ സംഭവം നടന്നിട്ട് ഇപ്പോൾ 35 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. പലരും ആ ലാൻഡ് ലൈൻ കട്ട് ചെയ്തിരിക്കാം.
വേറെ ചിലരാകട്ടെ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന സെൽഫോണിലേക്ക് മാറിയിരിക്കാം. അതുകൊണ്ട് തന്നെ പോലീസ് ഓരോ നമ്പറിലേക്ക് കോൾ ചെയ്യുമ്പോഴും ഈ നമ്പർ നിലവിലില്ല എന്ന ഉത്തരം മാത്രമാണ് കിട്ടുന്നത്. അവസാനം ഡയറിയിൽ കണ്ട ഒരു ഫോൺ നമ്പറിലേക്ക് പോലീസ് ഫോൺ ചെയ്യുകയാണ്. പക്ഷെ അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മറുതലയ്ക്കൽ റിംഗ് അടിച്ചു. കാത്തി എന്നു പേരുള്ള ഒരു സ്ത്രീ ആയിരുന്നു ഫോൺ എടുത്തത്. ആഞ്ചലിക്ക മറോക്കിന്റെ ഡയറിയിൽ കാത്തിയുടെ ഫോൺ നമ്പരും വീടിന്റെ അഡ്രസ്സും എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് എഴുതിയിരുന്നു. കഴിഞ്ഞ 30-35 വർഷമായിട്ട് അവർ അവിടെ തന്നെയാണ് താമസം. മറ്റുള്ളവരെ പോലെ എവിടേക്കും മാറിപ്പോയിട്ടില്ല. ഒരു പക്ഷേ കൊല്ലപ്പെട്ട ആ യുവതി ആരാണെന്ന യാഥാർത്ഥ്യം ലോകത്തെ അറിയിക്കുവാനുള്ള നിയോഗമായിരിക്കണം കാത്തിക്ക് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നത്. പോലീസ് തങ്ങൾ കണ്ടെത്തിയ വീപ്പയ്ക്കുള്ളിലെ രഹസ്യങ്ങളും ഇതുവരെ നടത്തിയ അന്വേഷണങ്ങളും എല്ലാം കാത്തിയോട് പറഞ്ഞു. എന്നിട്ട് അവരോടൊരു ചോദ്യം ചോദിച്ചു. റെയ്ന ആഞ്ചലിക്ക മരോക്കിൻ എന്ന യുവതിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുമോ? അതിനുത്തരമായിട്ട് കാത്തി കൊടുത്തത് ഇങ്ങനെയാണ്: അവളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. മാത്രവുമല്ല, വീപ്പയ്ക്കുള്ളിൽ ആരാണ് ഉള്ളതെന്ന് എനിക്കിപ്പോൾ ഊഹിക്കുവാനും കഴിയും. ഉടൻ തന്നെ പോലീസ് കാത്തിയുടെ വീട്ടിലേക്ക് എത്തുകയാണ്. ആ സ്ത്രീക്ക് പോലീസിനോട് പറയുവാനായിട്ട് നിരവധി കാര്യങ്ങളുണ്ടായിരുന്നു. ആരാണ് റെയ്ന? അവൾ എവിടെ നിന്നുമാണ് വന്നത്? എങ്ങനെയാണ് അവൾ ആ വീപ്പയുടെ ഉള്ളിൽ എത്തപ്പെട്ടത്? അങ്ങനെ തുടങ്ങി പല കാര്യങ്ങളും. റെയ്ന ആഞ്ചലിക്ക മരോക്കിൻ 1941 ഡിസംബർ 2 സെൻട്രൽ അമേരിക്കയിലെ എൽ സാൽവഡോറിൽ ജനിച്ചു. ജീവിതത്തിൽ വളരണമെന്നും സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നും വളരെയധികം ആഗ്രഹമുള്ള ആളായിരുന്നു റെയ്ന. എന്നാൽ ഇതിനിടയിൽ അവൾ ഒരു പ്രേമബന്ധത്തിൽ കുടുങ്ങി. അതൊടുവിൽ വിവാഹത്തിൽ അവസാനിച്ചു. എന്നാൽ ആ വിവാഹബന്ധം ഒരു പരാജയമായിരുന്നു. റെയ്നയുടെ ഭർത്താവിന് വേറെ സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അതിൽ ഒരുവളായിട്ട് മാത്രമാണ് അവളെ അയാൾ പരിഗണിച്ചത്. ഒടുവിൽ അയാളിൽ നിന്നും റെയ്ന വിവാഹമോചനം നേടുകയാണ്. എന്നാലും അവളുടെ മനസ്സിനേറ്റ മുറിവ് മാഞ്ഞിരുന്നില്ല. തന്റെ മുൻ ഭർത്താവ് താമസിക്കുന്ന ആ നഗരത്തിൽ ജീവിക്കുന്നത് തന്നെ അവൾക്ക് മടുപ്പായിട്ട് മാറി. അതുകൊണ്ട് അമേരിക്കയിലേക്ക് മാറുവാനും അവിടെ ഒരു പുതിയ ജീവിതം ആരംഭിക്കുവാനും അവൾ തീരുമാനിച്ചു. അവിടെയുള്ള ഒരു ക്രിസ്ത്യൻ സ്ഥാപനത്തിൽ ഒരു പേയിങ് ഗസ്റ്റായിട്ട് റെയ്ന താമസം ആരംഭിച്ചു. എന്നിട്ട് ജോലികൾ അന്വേഷിക്കാൻ തുടങ്ങി. അതേ സമയത്ത് നമ്മൾ തൊട്ടു മുൻപ് കണ്ട കാത്തി ഒരു ഇംഗ്ലീഷ് പ്രൊഫസറാണ്. ഈ സ്ഥാപനത്തിനോട് അടുത്ത് തന്നെയാണ് അവരുടെയും വീടുള്ളത്. തന്റെ വീട്ടിൽ വെച്ച് ഇംഗ്ലീഷ് അറിയാത്തവർക്ക് അവർ ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. വൈകാതെ റെയ്നയും ഈ ക്ലാസ്സിൽ പങ്കെടുത്തു. അങ്ങനെ ഇരുവരും തമ്മിൽ വലിയ ചങ്ങാതിമാരായി. വൈകാതെ റെയ്നയ്ക്ക് വെൽറോസ് പ്ലാസ്റ്റിക്സ് എന്ന കമ്പനിയിൽ ഒരു ജോലി കിട്ടി. റെയ്നയ്ക്കും ഈ ജോലി വളരെയധികം ഇഷ്ടമായിരുന്നു. കാരണം ചെറുപ്പം മുതലേ കടലാസ് കൊണ്ടും അതുപോലെ പ്ലാസ്റ്റിക് കൊണ്ടും പൂക്കൾ ഉണ്ടാക്കുന്നതിൽ അവൾ ബഹുമിടുക്കിയായിരുന്നു. അവൾക്ക് ഇഷ്ടപ്പെട്ട ജോലി തന്നെയാണ് ഇവിടെയും കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം റെയ്ന കാത്തിയെ സമീപിച്ച ഒരു കാര്യം പറഞ്ഞു. താൻ ഗർഭിണിയാണ്. സ്വാഭാവികമായിട്ടും ആരാണ് ഇതിന് ഉത്തരവാദി എന്ന് കാത്തി അവളോട് ചോദിച്ചു. താൻ ജോലി ചെയ്യുന്ന കമ്പനിയുടെ ഉടമയായ ഹൊവാർഡ് എൽക്കിൻസ് ആണ് ഈ കുട്ടിയുടെ പിതാവെന്ന് റെയ്ന കാത്തിയോട് പറഞ്ഞു. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് നിനക്ക് അയാളെ വിവാഹം ചെയ്ത് കൂടാ എന്ന് കാത്തി അവളോട് ചോദിച്ചു. അതിന് റെയ്ന കൊടുത്ത മറുപടി ഇങ്ങനെയാണ്: അവിടെ മറ്റൊരു വിഷയമുണ്ട്. അയാൾ വിവാഹിതനാണെന്നും 3 കുട്ടികളുടെ പിതാവാണെന്നും എനിക്കറിയില്ലായിരുന്നു. താൻ അവിവാഹിതനാണെന്ന് പറഞ്ഞാണ് ഞാനുമായിട്ട് അയാൾ പ്രണയത്തിലായത്. ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. എനിക്കിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇതായിരുന്നു റെയ്ന കാത്തിയോട് പറഞ്ഞത്. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ വിശദമായിട്ട് അന്ന് റെയ്ന കാത്തിയോട് കാര്യങ്ങളൊന്നും പറഞ്ഞിരുന്നില്ല. താൻ ഒരു കമ്പനിയിൽ ജോലി നോക്കുന്നുണ്ട്. ആ കമ്പനിയുടെ ഉടമയുമായിട്ട് ഒരു അഫയർ ഉണ്ട്. അതുമൂലം ഗർഭിണിയായി. അത്ര മാത്രമാണ് പറഞ്ഞത്. അതിൽ കൂടുതലായിട്ട് ആ കമ്പനിയുടെ പേരെന്താണെന്നോ ആ ഓണറുടെ പേരെന്താണെന്നോ ആ കമ്പനി ഉള്ളത് എവിടെയാണെന്നോ അങ്ങനെ തുടങ്ങിയ യാതൊരു കാര്യവും പറഞ്ഞില്ല. അതുകൊണ്ടാണ് അന്നേ തെളിയേണ്ട ഒരു കേസ് വീണ്ടും 30 വർഷങ്ങൾ മുൻപോട്ട് പോയത്. അപ്പോൾ കാത്തി റെയ്നയ്ക്ക് ഒരു ഉപദേശം കൊടുക്കുകയാണ്. നീ ഒരു കാര്യം ചെയ്യണം. നേരെ അയാളുടെ വൈഫിനെ ഫോൺ ചെയ്യണം. എന്നിട്ട് നടന്ന കാര്യങ്ങളെല്ലാം അതുപോലെ പറയണം. എങ്കിൽ മാത്രമാണ് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ടാവൂ. കാത്തി ആൻഡേഡ് പറഞ്ഞതിന് പ്രകാരം റെയ്ന അയാളുടെ വീട്ടിലേക്ക് ഫോൺ ചെയ്യുകയാണ്. അവളുടെ ഭാഗ്യത്തിന് ആ സമയത്ത് ഫോൺ എടുത്തത് അയാളുടെ ഭാര്യയായ റൂത്താണ്. റൂത്തിനോട് നടന്ന കാര്യങ്ങളെല്ലാം റെയ്ന വള്ളി പുള്ളി വിടാതെ പറഞ്ഞു. ആ സ്ത്രീ ഞെട്ടിപ്പോയി. തന്റെ ഭർത്താവിന്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്നൊരു യുവതി ഒരു ദിവസം ഫോൺ വിളിച്ച് താൻ ഗർഭിണിയാണെന്നും അതിന് ഉത്തരവാദി തന്റെ ഭർത്താവാണെന്ന് പറഞ്ഞാൽ ഏതു ഭാര്യയാണ് ഞെട്ടാത്തത്? ഇതേ ചൊല്ലി ആ വീട്ടിൽ വലിയ കലഹമായി. റൂത്തും ഹൊവാർഡും അടിച്ചു പിരിയുന്ന അവസ്ഥയിൽ വരെ എത്തി. അയാൾ റെയ്നയെ തന്റെ കമ്പനിയിൽ നിന്നും പുറത്താക്കി. എന്നിട്ടും കലിയടങ്ങാതെ ഹൊവാർഡ് ഒരു ദിവസം റെയ്നയെ ഫോണിൽ വിളിച്ച് ഇങ്ങനെ ഭീഷണിപ്പെടുത്തി: നീ എന്റെ ജീവിതം തകർത്തല്ലേ, നിന്നെ ഞാൻ ജീവനോടെ വിടില്ല. അയാളുടെ ഈ ഭീഷണി അവളെ വല്ലാതെ ബാധിച്ചു. തന്റെ ജീവന് എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്ന് റെയ്ന ഭയന്നു. ഈ കാര്യങ്ങളെല്ലാം അവൾ കാത്തിയോട് പറയുകയും ചെയ്തു. അങ്ങനെ ഏതാനും ദിവസങ്ങൾ കടന്നു പോവുകയാണ്. ഇതിനിടയിലാണ് കാത്തി ആൻഡോട് ഒരു കാര്യം ശ്രദ്ധിച്ചത്. 3-4 ദിവസമായിട്ട് റെയ്ന തന്നെ കാണുവാനായിട്ട് വരുന്നില്ല. അവൾക്ക് എന്ത് പറ്റിയെന്ന് അന്വേഷിക്കുവാനായിട്ട് അവൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് അവൾ പോവുകയാണ്. അവിടെയുള്ളവരോട് അന്വേഷിച്ചപ്പോഴാണ് മറ്റൊരു കാര്യം അറിയാൻ സാധിച്ചത്. റെയ്ന കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഇവിടേക്ക് വന്നിട്ടില്ല. അവൾ താമസിച്ചു വന്ന റൂം ഏതാനും ദിവസമായിട്ട് പൂട്ടപ്പെട്ട നിലയിലാണുള്ളത്. ഉടൻ തന്നെ കാത്തി ആൻഡേഡ് പോലീസ് സ്റ്റേഷനിൽ എത്തി റെയ്ന എന്ന യുവതിയെ കാണുവാനില്ല എന്ന പരാതി നൽകി.
പോലീസ് അവളോട് നീ കാണാതായ വ്യക്തിയുടെ ആരാണ് എന്ന് ചോദിച്ചു. ആരുമല്ല, വെറും സുഹൃത്ത് മാത്രമാണെന്ന് അവൾ പറഞ്ഞു. കൂടാതെ ഇതുവരെ നടന്നതും തനിക്ക് അറിയാവുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കാത്തി പോലീസിനോട് പറഞ്ഞു. റെയ്ന തന്റെ കമ്പനിയുടെ ഉടമയിൽ നിന്നും ഗർഭിണിയായെന്നും അയാളിൽ നിന്നും വധഭീഷണി ഉണ്ടെന്നും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും. എന്നാൽ ഇവിടെ മറ്റൊരു പ്രശ്നമുണ്ടായിരുന്നു. കൃത്യമായിട്ട് ഒരാളെ ചൂണ്ടിക്കാണിക്കുവാനായിട്ട് കാത്തിക്കും കഴിഞ്ഞില്ല. അതിന് കാരണം റെയ്ന കാത്തിയോട് സംസാരിച്ചപ്പോൾ താൻ എവിടെയാണ് ജോലി ചെയ്യുന്നത് എന്നോ തന്റെ കമ്പനിയുടെ പേരോ അതുപോലെ ആ കമ്പനിയുടെ ഉടമയുടെ പേരോ വെളിപ്പെടുത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ കാത്തിക്കും കൃത്യമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ പോലീസിന് കൊടുക്കുവാനായിട്ട് അന്ന് കഴിഞ്ഞില്ല. മാത്രവുമല്ല, പോലീസും ഈ കേസിനെ അത്ര ഗൗരവമായിട്ട് എടുത്തില്ല. കാണാതായെന്ന് പറയുന്ന നിങ്ങളുടെ കൂട്ടുകാരി മറ്റെവിടെയെങ്കിലും പോയതായിരിക്കും. 2-3 ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരുമായിരിക്കും. അതുവരെ കാത്തിരിക്കൂ. അങ്ങനെ നിസ്സംഗമായിട്ട് പറഞ്ഞൊഴിയുകയാണ് അവർ ചെയ്തത്. കൂടുതൽ അന്വേഷണവും നടത്തിയില്ല. അതിനുശേഷം കാത്തിയും പിന്നെ കൂടുതലൊന്നും അന്വേഷിച്ചില്ല. ഒരുപക്ഷെ റെയ്ന സ്വന്തം നാട്ടിലേക്ക് മടങ്ങിപ്പോയിരിക്കാമെന്ന് അവളും വിചാരിച്ചു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. അവളുടെ ഓർമ്മകളിൽ വല്ലപ്പോഴും മാത്രം വിരുന്നു വരുന്ന ഒരു ചിന്തയായിട്ട് റെയ്ന മാറുകയാണ്. ഈ ക്രൈം നടന്ന 30 വർഷത്തിനു ശേഷം ഫോറൻസിക് എക്സ്പെർട്സിന്റെ സഹായത്തോടെ പോലീസ് വളരെ വിജയകരമായിട്ട് ഈ കേസ് തെളിയിച്ചിരിക്കുന്നു. കൊല്ലപ്പെട്ടത് ആരാണെന്നും കണ്ടെത്തി, കുറ്റവാളി ആരാണെന്നും കണ്ടെത്തി. എന്നാലും അവിടെ ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. എങ്ങനെയായിരിക്കാം റെയ്ന കൊല്ലപ്പെട്ടത്? അതിന്റെ ഉത്തരം കണ്ടെത്തുവാനായിട്ട് ഇനി ആർക്കും കഴിയില്ല. കാരണം കൊലയാളിയും ആത്മഹത്യ ചെയ്തിരിക്കുന്നു. നിലവിലുള്ള സാഹചര്യങ്ങൾ അപഗ്രഥിച്ച് പോലീസിന് ഒരു നിഗമനത്തിൽ എത്തുവാൻ മാത്രമാണ് ഇനി കഴിയൂ. അങ്ങനെ അവരെത്തിയ ആ നിഗമനം അത് ഇതാണ്. ഒരു ദിവസം തന്റെ വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് റെയ്നയെ ഹൊവാർഡ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കാം. അതിനു വേണ്ടിയിട്ട് അയാൾ ചില കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. തന്റെ നിലവിലുള്ള ഭാര്യയെ ഡിവോഴ്സ് ചെയ്യുവാനായിട്ട് പോവുകയാണെന്നും അത് കഴിഞ്ഞിട്ട് അവളെ വിവാഹം കഴിക്കാമെന്നും എന്നാൽ അതിനു മുൻപായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്നും അങ്ങനെ തുടങ്ങി അവളെ വിശ്വസിപ്പിക്കുവാനായിട്ട് അയാൾക്ക് നിരവധി കാരണങ്ങൾ ഉണ്ടായിരിക്കാം. എന്തായാലും റെയ്ന അയാളുടെ വാക്കും വിശ്വസിച്ച് ആരുമില്ലാത്ത സമയത്ത് ആ വീട്ടിലേക്ക് വരികയാണ്. അവിടെ വെച്ച് പിന്നിൽ നിന്നും ഒരു മാരകായുധം ഉപയോഗിച്ച് അയാൾ അവളെ അടിച്ചു കൊലപ്പെടുത്തി. അതിനുശേഷം ജഡം മറവ് ചെയ്യുവാനായിട്ട് മുൻകൂട്ടി തയ്യാറാക്കി വെച്ച വീപ്പയിലേക്ക് അവളെ കയറ്റിയിരുത്തി. പിന്നെ ഹാൻഡ് ബാഗും ഷൂസും അങ്ങനെ തുടങ്ങി സകല വസ്തുക്കളും അതിന്റെ ഉള്ളിലേക്ക് ഇട്ടു. ഈ വീപ്പ തന്റെ പ്രൈവറ്റ് ബോട്ടിൽ കയറ്റി കടലിൽ കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കുവാനായിരിക്കണം അയാൾ പദ്ധതിയിട്ടത്. എന്നാൽ കടലിൽ ഒരു വീപ്പ താഴ്ന്നു പോകണമെങ്കിൽ ഈ ഭാരം പോരാ, അതിന് കൂടുതൽ ഭാരം വേണ്ടിവരും. അതിനായിട്ട് അയാൾ തന്റെ കമ്പനിയിൽ ഉപയോഗിക്കുന്ന ആ പച്ച നിറമുള്ള ലിക്വിഡ് അതിന്റെ ഉള്ളിലേക്ക് ഒഴിച്ചു. അതും പോരാഞ്ഞ് വീപ്പയ്ക്ക് ഭാരം വീണ്ടും കൂട്ടുവാനായിട്ട് ആ വീട്ടിലുണ്ടായിരുന്ന പ്ലാസ്റ്റിക് ഇലകളും മുത്തുകളും വാരിയിട്ട് നിറച്ചു. അതിനുശേഷം വീപ്പയാകെ സീൽ ചെയ്തു. ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് താൻ വലിയൊരു അബദ്ധമാണ് കാണിച്ചത് എന്ന് അയാൾക്ക് മനസ്സിലായത്. കാരണം അയാൾക്ക് ആ വീപ്പയൊന്ന് അനക്കുവാൻ പോലും കഴിഞ്ഞില്ല. അതുകൊണ്ടത് ബോട്ടിൽ കയറ്റി കടലിൽ കൊണ്ടുപോയിട്ട് തള്ളുക എന്നത് ഇനി പ്രായോഗികമല്ല. ഏതെങ്കിലും ജോലിക്കാരെ വിളിച്ച് ഈ വീപ്പ ബോട്ടിൽ കയറ്റി കടലിൽ കൊണ്ടുപോയി കളഞ്ഞാൽ അത് പിന്നീട് സംശയത്തിന് കാരണമായേക്കാം. അതുകൊണ്ട് ഈ വീടിന്റെ ഉള്ളിൽ തന്നെ അത് ഒളിപ്പിക്കുന്നതാണ് ബുദ്ധിയെന്ന് അയാൾക്ക് തോന്നി. അതിനു പറ്റിയ സ്ഥലം തിരഞ്ഞപ്പോഴാണ് സ്റ്റെയറിന്റെ അടിയിലുള്ള ആ സ്ക്രോൾ സ്പേസ് അയാളുടെ കണ്ണിൽപ്പെട്ടത്. അതുകൊണ്ട് അയാൾ ആ വീപ്പ അങ്ങനെ തന്നെ അതിന്റെ ഉള്ളിലേക്ക് തള്ളി കയറ്റി വെച്ചു. അതിനായിട്ട് ചിലപ്പോൾ ഏതെങ്കിലും ജോലിക്കാരുടെ സഹായം തേടിയിട്ടുണ്ടാവാം. ഈ കേസിൽ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം, ഗർഭിണിയായിട്ടുള്ള തന്റെ കാമുകിയെ കൊലപ്പെടുത്തി തന്റെ വീടിന്റെ ഉള്ളിൽ വെച്ച് അതേ വീട്ടിൽ തന്നെ വർഷങ്ങളോളം തന്റെ ഭാര്യയും കുട്ടികളുമൊത്ത് അയാൾ സമാധാനത്തോടെ ജീവിച്ച കാര്യം ഓർക്കുമ്പോഴാണ്. നോർമൽ ആയിട്ടുള്ള ഒരു മനുഷ്യന് ഒരിക്കലും ഇങ്ങനെ ചെയ്യുവാനായിട്ട് കഴിയില്ല. വീപ്പയ്ക്കുള്ളിലെ ജഡത്തിന്റെ രഹസ്യം പോലീസ് വിജയകരമായിട്ട് കണ്ടെത്തിയിരിക്കുന്നു. ഇത് പത്രങ്ങളിൽ വാർത്തയായിട്ട് വന്നു. അതിന്റെ തൊട്ടു പിന്നാലെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റുകൾ ഒരു കാര്യം ആലോചിച്ചു. എൽ സാൽവഡോർ എന്ന സ്ഥലത്തു നിന്നുമാണ് റെയ്ന ഇവിടേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ നിശ്ചയമായിട്ടും അവളുടെ കുടുംബക്കാർ ഇപ്പോഴും അവിടെ ഉണ്ടായിരിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. അവരെ അന്വേഷിച്ച് കണ്ടെത്തുവാനും ഈ കാര്യം അവരോട് പറയുവാനുമായിട്ട് ഓസ്കാർ കൊറോലിനോ എന്ന റിപ്പോർട്ടർ അവിടേക്ക് പുറപ്പെട്ടു. ഏതാനും ദിവസത്തെ അന്വേഷണത്തിന്റെ ഒടുവിൽ റെയ്നയുടെ കുടുംബക്കാരെ അയാൾ കണ്ടെത്തുകയാണ്. ഇതിൽ ഞെട്ടിക്കുന്ന കാര്യം, അപ്പോഴും അവളുടെ അമ്മ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അവർക്കൊന്ന് 95 വയസ്സാണ് പ്രായം. 30 വർഷമായിട്ട് കാണാതായ തന്റെ മകൾ തിരിച്ചു വരുന്നതും കാത്താണ് അവർ ജീവിച്ചിരിക്കുന്നത്. പക്ഷേ വേറെ വഴിയില്ല. ഈ കാര്യം അവരെ അറിയിച്ചേ മതിയാവൂ. റിപ്പോർട്ടർമാർ അവരോട് റെയ്നയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്ന് പറഞ്ഞു. പിന്നെ ഇതുവരെയുള്ള പത്ര റിപ്പോർട്ടുകളും മറ്റു കാര്യങ്ങളും കാണിച്ചു. ആ സമയത്ത് ആ സ്ത്രീയുടെ മാനസികാവസ്ഥ എന്തായിരുന്നുവെന്ന് നമുക്ക് ഊഹിക്കുവാൻ പോലും കഴിയില്ല. കഴിഞ്ഞ 30 വർഷമായിട്ട് തന്റെ മകൾ ഇന്നു വരും, നാളെ വരുമെന്ന് പ്രതീക്ഷിച്ച് കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയായിരുന്നു അവർ. റെയ്ന ദാരുണമായിട്ട് കൊല്ലപ്പെട്ടു എന്നറിഞ്ഞ ആ അമ്മ പൊട്ടിക്കരഞ്ഞു. ഓസ്കാർ കരോളിനോട് പിന്നീട് അവർ ഒരു കാര്യം കൂടി വെളിപ്പെടുത്തിയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് തന്റെ മകളെ ഈ അമ്മ സ്വപ്നം കാണുമായിരുന്നു. ആ സ്വപ്നങ്ങളിൽ അവർ കണ്ട കാഴ്ചകൾ ഇതാണ്. ചില സ്വപ്നങ്ങളിൽ റെയ്ന ഒരു വീപ്പയ്ക്കുള്ളിൽ പെട്ടുകിടക്കുന്നു. അവൾക്ക് അവിടുന്ന് പുറത്തേക്ക് വരുവാനായിട്ട് കഴിയുന്നില്ല. മറ്റു ചില സ്വപ്നങ്ങളിൽ അവൾ ഒരു മുറിക്കുള്ളിൽ അടച്ചു പൂട്ടപ്പെട്ട നിലയിൽ കിടക്കുകയാണ്. പുറത്തേക്ക് വരുവാനായിട്ട് കഴിയുന്നില്ല. ഇതൊക്കെ വെറും ആകസ്മികമാണോ അതോ അവളുടെ ആത്മാവ് കൊടുത്ത സൂചനയാണോ എന്ന് ആർക്കറിയാം. ഈ കേസിൽ എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അത് ചലഞ്ചിങ് ആണ്.
നമ്മുടെ നാട്ടിൽ ഇതുപോലൊരു കൊലപാതകം നടന്നിട്ടുണ്ടെങ്കിൽ അത് പോലീസ് ഊർജിതമായിട്ട് അന്വേഷിക്കണമെങ്കിൽ വലിയ രാഷ്ട്രീയ സമ്മർദ്ദമോ അതുപോലെ നല്ല വെൽത്തി ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സിന്റെ ഇടപെടലോ അങ്ങനെ എന്തെങ്കിലും വേണം. എന്നാൽ ഇവിടെ നോക്കുക, ആരും സമ്മർദ്ദം ചെലുത്തിയിട്ടല്ല പോലീസ് ഈ കേസ് അന്വേഷിച്ചത്. അവർക്ക് കിട്ടിയ മമ്മിഫൈഡ് ബോഡി ആരുടെയാണെന്ന് പോലും അറിയില്ല. അതേക്കുറിച്ച് ചോദിക്കുവാനായിട്ട് ആരും തന്നെ ഇല്ല. എന്നിട്ട് പോലും ന്യൂയോർക്ക് പോലീസ് ഇതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തു. ഒരിക്കലും തെളിയില്ല എന്ന് വിചാരിച്ച കേസ് അതിന്റെ പരിസമാപ്തിയിൽ എത്തുവാനായിട്ട് DNA ടെക്നോളജിയും അതുപോലെ ഫോറൻസിക്കിന്റെ സഹായവും വളരെ വലുതായിരുന്നു. 30 വർഷങ്ങൾക്ക് ശേഷം ഒരു ഭ്രൂണത്തിൽ നിന്നും DNA ശേഖരിച്ച് അതുപയോഗിച്ച് കുട്ടിയുടെ പിതാവിനെ കണ്ടെത്തുകയും അയാളാണ് കുറ്റവാളി എന്ന് തെളിയിക്കുകയും ചെയ്ത ഈ കേസ് ഫോറൻസിക് ചരിത്രത്തിന് മറക്കുവാൻ കഴിയാത്ത അധ്യായങ്ങളിൽ ഒന്നാണ്. മറ്റൊരു യാദൃശ്ചികത ഇതാണ്: ഈ ഭൂമി കാണുവാനായിട്ട് തന്നെ അനുവദിക്കാത്ത, തന്നെയും തന്റെ മാതാവിനെയും മരിങ്കൊല ചെയ്ത തന്റെ പിതാവിനെ ഒടുവിൽ നിയമത്തിന്റെ മുൻപിൽ എത്തിച്ച 30 വർഷം പഴക്കമുള്ള ആ ഭ്രൂണം. കാലത്തിന്റെ കാവ്യനീതി, കർമ്മ, അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ? അതെല്ലാം ഈ കേസിൽ ഒത്തിണങ്ങി വന്നിട്ടുണ്ട്. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി വെച്ച് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.